നമസ്കാരം. ഭാരതത്തിന്റെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെയും വ്യോമസേന നവീകരണത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്കാണ് രാജ്യം ഇപ്പോൾ ചുവടുവയ്ക്കുന്നത്. ഭാരതത്തിന്റെ ആദ്യത്തെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോട്ടോടൈപ്പുകൾക്ക് കരുത്തേകുന്നതിനായി അമേരിക്കൻ കമ്പനിയായ GE എയറോസ്പേസുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സാങ്കേതിക ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. യുദ്ധവിമാനത്തിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന GE414 ടർബോഫാൻ എഞ്ചിനുകൾക്കായുള്ള സാങ്കേതിക മാനദണ്ഡങ്ങളാണ് ഇരു വിഭാഗവും തമ്മിൽ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ എഞ്ചിൻ പാക്കേജ് സ്വന്തമാക്കുന്നതിനുള്ള സാമ്പത്തിക വ്യാവസായിക ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഭാരതത്തിന്റെ തനതായ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത INS-6 വേരിയന്റ് എഞ്ചിനുകളാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏകദേശം 22,000 പൗണ്ട് ട്രസ്റ്റ് ക്ലാസ്സിലുള്ള ഈ അത്യാധുനിക എഞ്ചിനുകളിൽ ഡിജിറ്റൽ കൺട്രോൾ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ പ്രോട്ടോടൈപ്പുകളുടെ പ്രവർത്തനക്ഷമതയും സുരക്ഷയും പൂർണ്ണമായി ഉറപ്പാക്കാൻ സാധിക്കും. എഞ്ചിൻ ചർച്ചകൾ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം താൽപര്യപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ മുൻനിര സ്വകാര്യ പൊതുമേഖലാ കമ്പനികളുടെ 3 പ്രധാന കൺസോർഷ്യങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലാർസൻ ആൻഡ് ടൂബ്രോ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ്, ഭാരത് ഫോർജ്, BEML ലിമിറ്റഡ് എന്നിവരടങ്ങുന്ന സഖ്യങ്ങളാണ് നിലവിൽ അന്തിമ പട്ടികയിലുള്ളത്. വരും ദിവസങ്ങളിൽ ഈ കൺസോർഷ്യങ്ങൾ തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതോടെ നിർമ്മാണ പങ്കാളിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന സഖ്യം എയറോനോട്ടിക് ഡെവലപ്മെന്റ് ഏജൻസിയുമായി സംയുക്തമായി ചേർന്ന് 5 AMCA പ്രോട്ടോടൈപ്പുകളും ഒരു സ്ട്രക്ചറൽ ടെസ്റ്റ് സ്പെസിമനും നിർമ്മിക്കും. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ പുതുതായി അനുവദിച്ച കോർ ഇന്റഗ്രേഷൻ ആൻഡ് ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് സെന്ററിലായിരിക്കും ഈ വിമാനങ്ങളുടെ അസംബ്ലിങ്ങും പരീക്ഷണ പറക്കലുകളും നടക്കുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ തറക്കല്ലിട്ട ഈ അത്യാധുനിക കേന്ദ്രം 1 വർഷത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എല്ലാ സവിശേഷതകളും ഒത്തുചേർന്ന ഒരു അത്യാധുനിക പോർവിമാനമായിരിക്കും AMCA. റഡാറുകളുടെ കണ്ണിൽ പെടാതെ ശത്രു മേഖലകളിൽ തുളച്ചു കയറുവാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, വിമാനത്തിനുള്ളിൽ തന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാവുന്ന ഇന്റേണൽ വെപ്പൺ ബേകൾ, അത്യാധുനിക AESI റഡാറുകൾ, സെൻസർ ഫ്യൂഷൻ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ്. AI അധിഷ്ഠിത സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധമുറകൾക്കുള്ള സാങ്കേതിക വിദ്യയും ഇതിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു. ഭാവി യുദ്ധങ്ങളിൽ നിർണായകമാകുന്ന മനുഷ്യനില്ലാത്ത ലോയൽ വിങ്മാൻ ഡ്രോണുകളുമായി ചേർന്ന് ഒരേ സമയം പ്രവർത്തിക്കുവാൻ AMCAക്ക് സാധിക്കും. ദീർഘദൂര ആക്രമണ ശേഷിയും ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ ശബ്ദവേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സൂപ്പർ ക്രൂയിസ് ശേഷിയും ഈ യുദ്ധവിമാനത്തിന് കരുത്തേകും. ഈ പദ്ധതിയുടെ പ്രോട്ടോടൈപ്പ് വികസന ഘട്ടത്തിനായി മാത്രം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം 15,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആദ്യ പ്രോട്ടോടൈപ്പിന്റെ പരീക്ഷണ പറക്കൽ 2032 നടത്താനാണ് ലക്ഷ്യമിടുന്നത്. വിജയകരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഏകദേശം 120 AMCA യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ വ്യോമസേന പ്രാഥമികമായി തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ ഔദ്യോഗിക വിതരണം 2035 ആരംഭിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ചുരുങ്ങിയ ചിലവിൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു 5ാം തലമുറ വ്യോമസേന വ്യൂഹം കെട്ടിപ്പടുക്കാൻ സഹായകരമാകും. പരമ്പരാഗതമായി HALന് മാത്രമുണ്ടായിരുന്ന കുത്തകാവകാശം മാറ്റി നിർത്തി രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കമ്പനികളെ കൂടി ഇത്തരം വലിയ തന്ത്രപ്രധാന പദ്ധതികളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മുൻകാലങ്ങളിൽ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതികൾക്ക് നേരിടേണ്ടി വന്ന കാലതാമസവും ചുവപ്പ് നാടകളും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വളരെ വേഗത്തിലാണ് AMCA പദ്ധതിയുമായി രാജ്യം മുന്നോട്ട് പോകുന്നത്. എഞ്ചിൻ ചർച്ചകളും പ്രോട്ടോടൈപ്പ് കരാറുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നത് ഇതിന്റെ തെളിവാണ്. AMCA കേവലം ഒരു യുദ്ധവിമാന നിർമ്മാണമല്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മനിർഭർ ഭാരത് ദർശനത്തിലുള്ള ഏറ്റവും വലിയ പ്രതീകമാണ്. മെറ്റലർജി, ഏവിയോണിക്സ്, കോമ്പോസിറ്റുകൾ, റോബോട്ടിക്സ്, പ്രിസിഷൻ മാനുഫാക്ചറിംഗ് തുടങ്ങിയ ഉയർന്ന സാങ്കേതിക മേഖലകളിൽ ആഭ്യന്തര വൈദഗ്ധ്യം വളർത്തിയെടുക്കുവാനും ഈ പദ്ധതി രാജ്യത്തെ പ്രാപ്തമാക്കും. വരും ദശകങ്ങളിൽ ഇന്ത്യൻ ആകാശത്തിന്റെ കാവലാളായി മാറാൻ പോകുന്ന AMCA ആഗോള പ്രതിരോധ രംഗത്ത് ഭാരതത്തിന്റെ സ്ഥാനം കൂടുതൽ സുദൃഢമാക്കുമെന്നതിൽ തർക്കമില്ല. ഭാരതത്തിന്റെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയെ AMCA യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്
തെക്കൻ ഏഷ്യയിലെയും ഇൻഡോ പസഫിക് മേഖലയിലെയും സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പരമ്പരാഗതമായി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ചൈനയെയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശീയ പ്രതിരോധ മുന്നേറ്റം തന്ത്രപരമായും സാമ്പത്തികമായും വലിയ ആഘാതമായി മാറും. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി വായുസേനയുടെ കരുത്തിലും സാങ്കേതിക വിദ്യയിലും മേധാവിത്വം പുലർത്തുവാൻ ശ്രമിക്കുന്ന ഇരു രാജ്യങ്ങളുടെയും തന്ത്രങ്ങളെ പുനഃപരിശോധിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ഭാരതത്തിന്റെ ഈ പുതിയ വ്യോമസേനാ നവീകരണം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ മേഖലയിലെ തങ്ങളുടെ ഏകപക്ഷീയമായ സൈനിക മേധാവിത്വത്തിന് ഏൽക്കുന്ന ശക്തമായ തിരിച്ചടിയായിരിക്കും AMCA. നിലവിൽ J-20 എന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് വിന്യസിച്ചുകൊണ്ട് വ്യോമരംഗത്ത് വലിയൊരു മുൻതൂക്കം തങ്ങൾക്കുണ്ടെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ലഡാക്ക് അതിർത്തിയിലും ടിബറ്റൻ പീഠഭൂമിയിലുമുള്ള ചൈനീസ് എയർബേസുകളിൽ ഈ വിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ട് ഇന്ത്യക്ക് മേൽ മാനസികമായ സമ്മർദ്ദം ചെലുത്താൻ അവർ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ഇന്ത്യ സ്വന്തമായി സ്റ്റെൽത്ത് ശേഷിയുള്ള അത്യാധുനിക AESA റഡാറുകൾ കൃത്രിമ ബുദ്ധിയും സമന്വയിപ്പിച്ച AMCA വിമാനങ്ങൾ രംഗത്ത് ഇറക്കുന്നതോടെ ചൈനയുടെ ഈ സാങ്കേതിക മേധാവിത്വം ഇല്ലാതാകും. ചൈനീസ് റഡാറുകളെ വെട്ടിച്ച് അവരുടെ വ്യോമ പരിധിക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇന്ത്യൻ വിമാനങ്ങൾ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയൊരു തലവേദനയായി മാറും. കൂടാതെ ചൈനയുടെ വിമാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പോരായ്മ അവയുടെ എഞ്ചിനുകളുടെ ഗുണനിലവാരക്കുറവാണ്. എന്നാൽ ഇന്ത്യ അമേരിക്കൻ കമ്പനിയായ GE എയറോസ്പേസിന്റെ അത്യാധുനിക GE414 എഞ്ചിനുകളാണ് AMCAയ്ക്കാണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ചൈനീസ് യുദ്ധവിമാനങ്ങളെക്കാൾ ഉയർന്ന വിശ്വാസ്യതയും കരുത്തും ഇന്ത്യൻ വിമാനങ്ങൾക്ക് നൽകുമെന്നാണ് ചൈനീസ് സൈനിക വൃത്തങ്ങളെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. പാകിസ്ഥാന്റെ കാര്യത്തിൽ ഈ പദ്ധതി ഉണ്ടാക്കുന്ന ആഘാതം അതിശക്തമായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് സ്വന്തമായ ഒരു 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിച്ചെടുക്കാനുള്ള ശേഷിയോ സാമ്പത്തിക ഭദ്രതയോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും ചൈനീസ് സഹായത്തെയാണ് ആശ്രയിക്കുന്നത്. ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന J-31 അഥവാ FZ-31 സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങി ഇന്ത്യയുടെ റഫാൽ AMCA വിമാനങ്ങളെ പ്രതിരോധിക്കാനായിരിക്കും പാകിസ്ഥാൻ നിലവിൽ കണക്ക് കൂട്ടുക. എന്നാൽ ചൈനയിൽ നിന്ന് കടം വാങ്ങിയോ സഹായധനം വഴിയോ ഇത്തരം വിമാനങ്ങൾ എത്തിച്ചാലും ഇന്ത്യ സ്വന്തം മണ്ണിൽ സ്വകാര്യ കൺസോർഷ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ വൻതോതിൽ AMCA നിർമ്മിച്ച് കൂട്ടുന്നതിനോട് സാമ്പത്തികമായി മത്സരിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും കഴിയില്ല. ഇന്ത്യ 100ലധികം 5ാം തലമുറ വിമാനങ്ങൾ വായുസേനയുടെ ഭാഗമാക്കുമ്പോൾ പാകിസ്ഥാന്റെ വ്യോമസേന സാങ്കേതികമായി വളരെ പിന്നോട്ട് പോവുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് അനുകൂലമായി പൂർണ്ണമായി മാറി മറിയുകയും ചെയ്യും. ഇത് യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് ആകാശത്ത് ഒരു പ്രതിരോധവും തീർക്കാൻ കഴിയില്ലെന്ന സാഹചര്യം സൃഷ്ടിക്കും. ഭൗമരാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ചൈനയും പാകിസ്ഥാനും ചേർന്നുള്ള ഇരുതല ഭീഷണിയെ ഒരേ സമയം നേരിടാൻ ഇന്ത്യയെ AMCA പ്രാപ്തമാക്കും. ശത്രുരാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ മിസൈലുകളെയും റഡാറുകളെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ് AMCയുടെ പ്രധാന കരുത്ത്. വടക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലും ഒരേ സമയം ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇത് കരുത്ത് പകരും. മനുഷ്യനില്ലാത്ത ലോയൽ വിങ്മാൻ ഡ്രോണുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇതിന്റെ ശേഷി പൈലറ്റുമാരുടെ ജീവന് അപകടമില്ലാതെ തന്നെ ശത്രുവിന്റെ കമാൻഡ് സെന്ററുകൾ തകർക്കാൻ ഇന്ത്യയെ സഹായിക്കും. ചൈനയുടെ പക്കൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉണ്ട് എങ്കിലും ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുന്നത് ചൈന പാക് സഖ്യത്തിന് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മറ്റൊരു പ്രധാന വശം സാമ്പത്തികവും വ്യാവസായികവുമായ സ്വാധീനമാണ്. AMCA പദ്ധതി വിജയിക്കുന്നതോടെ പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതിക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇത് ഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുമ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വീണ്ടും ഉയർത്തേണ്ടി വരുന്ന അവസ്ഥയുണ്ടാക്കും. ഇതിനകം തന്നെ സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന് ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തായിരിക്കും. ചൈനയ്ക്ക് തങ്ങളുടെ ആഗോള താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഇന്ത്യയെ പ്രതിരോധിക്കാൻ മാത്രമായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ചുരുക്കത്തിൽ AMCA പദ്ധതിയിലൂടെ ഇന്ത്യ കൈവരിക്കുന്ന വ്യോമ മേധാവിത്വം ചൈനയുടെ തരംതാണ അതിർത്തി കടന്നുകയറ്റ ശ്രമങ്ങൾക്കും പാകിസ്ഥാന്റെ ഭീകരവാദ നിഴൽ യുദ്ധങ്ങൾക്കും കടുത്തൊരു തടസ്സമായി മാറും. ദക്ഷിണേഷ്യയിലെ ശക്തി കേന്ദ്രമായി ഇന്ത്യ മാറുന്നതോടെ ചൈന പാക് സഖ്യത്തിന്റെ ആധിപത്യ ശ്രമങ്ങൾക്ക് അത് ശാശ്വതമായ അന്ത്യം കുറിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.